ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയ രാജ്യം എന്ന നിലയിലും ഒരു കാലത്ത് യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിനെ അടക്കി ഭരിച്ചിരുന്ന AC മിലാൻ, ഇന്റർ മിലാൻ എന്നീ ടീമുകളുടെ തട്ടകം എന്ന നിലയിലും ഫുട്ബോൾ ചരിത്രത്തിൽ സുവർണ മുദ്ര പതിപ്പിച്ച രാജ്യമാണ് ഇറ്റലി. എന്നാൽ ഇന്ന് ആ പ്രതാപമൊക്കെ അസ്തമിച്ചു നാണക്കേടിന്റെ മാറാപ്പ് ചുമക്കുകയാണ് അസൂറിപ്പട. ഇത് കേവലം ഒരു തോൽവിയല്ല, ഇതൊരു ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ അന്ത്യമാണ്. ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ഇറ്റലി വീണ്ടും വീണിരിക്കുന്നു. തുടർച്ചയായ മൂന്നാം തവണയും ലോകകപ്പിനില്ലാതെ നീലപ്പട നാണം കെട്ടിരിക്കുന്നു. 2018 സ്വീഡനോട് തോറ്റു പുറത്തായപ്പോൾ നമ്മൾ കരുതി ഇതൊരു അപകടം മാത്രമാണെന്ന്. 2022 നോർത്ത് മാസിഡോണിയയോട് തോറ്റപ്പോൾ നമ്മൾ വിശ്വസിച്ചു അവർ തിരിച്ചു വരുമെന്ന്. എന്നാൽ ഇപ്പോൾ ഇതാ 2026 അസൂറികൾ ലോകകപ്പിനില്ല. എന്തുകൊണ്ടാണ് 4 തവണ ലോകം കീഴടക്കിയ ഒരു രാജ്യം ഇത്രയും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത്? ഇതിഹാസങ്ങളുടെ ആ പഴയ ഇറ്റലിക്ക് എവിടെയാണ് പിഴച്ചത്? നമുക്ക് നോക്കാം. ഇറ്റലിയുടെ ചരിത്രം വിജയഗാഥകളുടേതാണ്. 1934 38 വിറ്റോറിയോ പൊസോയുടെ കീഴിൽ തുടർച്ചയായ 2 ലോകകപ്പുകൾ നേടിയാണ് അവർ തുടങ്ങിയത്. പിന്നീട് നീണ്ട കാത്തിരിപ്പിന് ശേഷം 1982 സ്പെയിനിന്റെ മണ്ണിൽ പൗലോ റോസി എന്ന ഇതിഹാസത്തിന്റെ ചിറകളേറി അവർ 3-ാം കിരീടം ചൂടി. എന്നാൽ 2026 ജർമ്മനി ലോകകപ്പ് ഓരോ ഇറ്റാലിയൻ ആരാധകരും മറക്കില്ല. സിനദിൻ സിദാന്റെ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്ത് കന്നവാരയും പിർലോയും ബുഫണും ചേർന്ന് 4-ാം നക്ഷത്രം അസൂറികളുടെ ജേഴ്സിയിൽ തുന്നിച്ചേർത്തു. അന്ന് ലോകം മുഴുവൻ ഇറ്റലിയെ ഭയപ്പെട്ടിരുന്നു. കറ്റാനാച്ചിയോ എന്ന അവരുടെ പ്രതിരോധ തന്ത്രത്തിന് മുന്നിൽ ലോകത്തെ ഏത് വമ്പൻ സ്ട്രൈക്കർമാരും മുട്ടുമടക്കിയിരുന്ന കാലം. സത്യത്തിൽ ഇറ്റലിയുടെ പതനം 2006 വിജയത്തിന് ശേഷം തന്നെ തുടങ്ങിയിരുന്നു. 2010 ലോകകപ്പിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായി വന്നിട്ടും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരൊറ്റ കളി പോലും ജയിക്കാനാവാതെ അവർ പുറത്തായി. 2014 ഇതേ ചരിത്രം ആവർത്തിച്ചു. ഇതിഹാസ താരങ്ങൾ വിരമിച്ചതോടെ ആ വിടവ് നികത്താൻ ഇറ്റലിക്ക് കഴിഞ്ഞില്ല. പിന്നീട് കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും മോശം കാലഘട്ടമാണ്. 2018 ലോകകപ്പിന് യോഗ്യത നേടാനാവാതെ പോയത് 60 വർഷത്തിനിടയിലെ ആദ്യ സംഭവമായിരുന്നു. യൂറോ 2022 വിജയിച്ചപ്പോൾ അവർ തിരിച്ചു വന്നുവെന്ന് നമ്മൾ ഉറപ്പിച്ചു. എന്നാൽ അതൊരു മിന്നലാട്ടം മാത്രമായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. ഖത്തർ ലോകകപ്പിന് പുറത്തായതും ഇപ്പോൾ ബോസ്നിയയോടേറ്റ തോൽവിയും ആ മുറിവിനെ ആഴത്തിലാക്കി. എന്തുകൊണ്ടാണ് ഇറ്റലിക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയാത്തത്? വിദഗ്ധർ പ്രധാനമായും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തത് അക്കാദമി സിസ്റ്റത്തിന്റെ തകർച്ച. ഒരു കാലത്ത് ലോകത്തെ മികച്ച ഡിഫൻഡർമാരെയും ഗോൾ കീപ്പർമാരെയും സൃഷ്ടിച്ചിരുന്ന ഇറ്റാലിയൻ അക്കാദമികൾ ഇന്ന് നിശ്ചലമാണ്. 2-ാം സ്ഥാനത്ത് വിദേശ താരങ്ങളുടെ അതിപ്രസരമാണ്. സീരിയായ ക്ലബ്ബുകളിൽ ഇറ്റാലിയൻ യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിന് പകരം വിദേശ താരങ്ങളെയാണ് ഇന്ന് ആശ്രയിക്കുന്നത്. ഇത് ദേശീയ ടീമിന് വേണ്ടിയുള്ള ടാലന്റ് പൂൾ കുറയാൻ കാരണമായി. 3-ാമത്തെ പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകളെ പോലെ സാമ്പത്തികമായി കരുത്തുള്ളവരല്ല ഇന്ന് ഇറ്റാലിയൻ ക്ലബ്ബുകൾ. സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിലില്ലായ്മയും വരുമാനക്കുറവും ഫുട്ബോളിന്റെ താഴെത്തട്ടിലുള്ള വികസനത്തെ ബാധിച്ചു. ബോസ്നിയക്കെതിരെ ഈ നിർണായക മത്സരത്തിൽ ഇറ്റലിക്ക് ഭാഗ്യവും തുണച്ചില്ല. 10 പേരുമായി പൊരുതിയിട്ടും പെനാൽറ്റി ഷൂട്ടൌട്ടിലെ ആ 2 കിക്കുകൾ അവരുടെ വിധി നിർണയിച്ചു. പരിശീലകൻ ഗന്നാരോ ഗട്ടൂസയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും ഉള്ളുലയും. ഇറ്റലിക്ക് വേണ്ടി എന്റെ ജീവിതത്തിലെ വർഷങ്ങളും സമ്പാദ്യവും നൽകാൻ ഞാൻ തയ്യാറായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അതൊരു തോൽവിയേക്കാൾ വലിയ വേദനയായി മാറുന്നു. ഇറ്റലി ഇല്ലാതെ മറ്റൊരു ലോകകപ്പ് കൂടി ഫുട്ബോൾ ലോകത്തെ വരവേൽക്കുന്നു. ആ നീല ജേഴ്സിയും അവരുടെ ദേശീയ ഗാനവും ഇല്ലാതെ ലോകകപ്പ് പൂർണ്ണമാകില്ല. ഈ തകർച്ചയിൽ നിന്നും അവർക്ക് കരകയറാൻ കഴിയുമോ? അതോ ഇറ്റാലിയൻ ഫുട്ബോളിന്റെ പ്രതാപം ചരിത്രത്താളുകളിൽ മാത്രമായി അവസാനിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.